അവിടെ അപ്പൊ മേജർ പോർഷൻ ക്രൂഡും വാങ്ങുന്നത് ചൈനയാണല്ലോ സർ. അപ്പോ അതെ ട്രംപ് ചെന്നിറങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു അത്ര വലിയ സ്വീകാര്യത ട്രംപിന് ഇത്തവണ കിട്ടിയിട്ടില്ല. അതായത് കിട്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ട്രംപ് പോയത് അതായത് ട്രംപ് പോയതും ട്രംപ് ഉദ്ദേശിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ നടപ്പിലായിട്ടുണ്ടാകുമോ? ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിറങ്ങിയാൽ ആരായിരിക്കും വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി പോകും ഇല്ലേ? പ്രധാനമന്ത്രി പോകണം, അതാണ് അതിന്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പോകും. പോകുമ്പോൾ ഒരു കൈ കൊടുക്കല കെട്ടിപ്പിടിക്കലൊക്കെ നമ്മളുണ്ട്. അതാണ് രാജ്യ സൗഹൃദം എന്ന് പറയുന്നത്. ഒരു ലോക നേതാവിനെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളെ നമ്മൾ ആരാ സ്വീകരിക്കുന്നത്? നമ്മുടെ വീട്ടിലെ വേലക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതായിട്ടല്ല, കുടുംബനാഥൻ വേണം സ്വീകരിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച അമേരിക്കയിൽ ഇറങ്ങിയ ചൈനയിൽ ഇറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാ സ്വീകരിച്ചത്? ഷീ വന്നിരുന്നോ? പ്രസിഡന്റ് വന്നില്ല. പ്രസിഡന്റ് അല്ല സ്വീകരിച്ചത്. നമ്മൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് എങ്ങനെയാണ്? മറ്റേതോ രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ ഒരു ഉദ്യോഗസ്ഥനോ അങ്ങനെ അത്തരത്തിൽ ഭരണതലത്തിൽ അങ്ങനെയൊക്കെയുള്ള ആരുമാണ് സ്വീകരിച്ചതാണ്ട് കാണുന്നത്. ഷീ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നതേ ഉള്ളൂ. അത് തന്നെ അപമാനകരമാണ്. ട്രംപ് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വന്ന വിമാനത്താവളം നിൽക്കുന്ന ആളിന് കൈ പോലും കൊടുക്കുന്നതായിട്ട്, കൈ നീട്ടുന്നതായിട്ട് പോലും കാണുന്നില്ല. അത് അതിനുശേഷം എടുത്ത ചിത്രമാണോ എന്ന് അറിഞ്ഞൂല. ശരിക്കും ഒരു അപമാനിക്കൽ പോലെ തന്നെയായിരുന്നു അല്ലേ? ഒരു അപമാനിക്കലാണത്. അത് ചെയ്യരുത്. അങ്ങനെയല്ല നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ചില പ്രോട്ടോകോളൊക്കെ ഉണ്ട്. അതുപോലും ചൈന പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രംപ് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞില്ലയോ, അദ്ദേഹത്തെ പോലെ അസാധാരണമായ വ്യക്തിത്വം, ഷീയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. സാധാരണക്കാരനായുള്ള അതീതനായ വ്യക്തിത്വം എന്നാണ് സൂചിപ്പിച്ചത്. അത് ട്രംപിനറിയാം. ലോകത്തിന്റെ ഒരു വലിയ ഭരണാധികാരിയാണ്. ട്രംപിനെക്കാട്ടിൽ പവറും ഒക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ ചെങ്കോട്ട പൊളിച്ചു തരണം എന്നൊക്കെ പറഞ്ഞില്ലേ? ചൈന വൻമതിൽ പൊളിച്ചു തരണം, അതിനകത്തേക്ക് കടക്കണം, കാര്യങ്ങളൊക്കെ അറിയണം, നിങ്ങളെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടണമെന്നൊക്കെ പറഞ്ഞു. ചൈനയോട് ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ച ചോദ്യം ശരിയാണ്. കാര്യമായിട്ട് സ്വീകരണം ഉണ്ടായെന്ന്. പിന്നെ രണ്ടു കൂട്ടർക്കും കച്ചവടമുണ്ട്, അത് സത്യമാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ബിസിനസ് ഡീലുണ്ട്. അവർക്ക് ആയുധ കച്ചവടമുണ്ട്, മറ്റ് തന്ത്രപ്രധാനമായ രാസവള മേഖലയിലുണ്ട്, അതേപോലെ തന്നെ ചില സോയാബീൻ അടക്കമുള്ള അത്തരമുള്ള കാര്യങ്ങൾ. കാരണം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്.